ഇന്ന് നമ്മൾ വളരെയേറെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഫാമിലി മുഴുവനായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയൊക്കെ പണ്ട് കാലത്ത് നടന്നിരുന്നു. പക്ഷേ ഇതേപോലെ കൂട്ടായിട്ട്, അതായത് ഫാമിലി മുഴുവനായിട്ട് മരണം സംഭവിക്കുന്നത് വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ അതിന് കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ മിക്കവാറും തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് അവർ നയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ആന്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. ഇത് നമ്മൾ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു മാറ്റർ ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവരിലേക്ക് വരുന്നത്, അതിനോട് വീണ്ടും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും തന്നെ EMI മുഖാന്തരം എടുത്ത ലോണുകളാണ്. ഒരു ലോൺ ആവില്ല, ചിലപ്പോൾ 2, 3, 4 ലോണൊക്കെ ഓരോരുത്തർ എടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് പറഞ്ഞാൽ ഈ ലോണ് കിട്ടണമെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് മിക്കവാറും നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ മിക്കവാറും തന്നെ അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 25% നമ്മളോട് അടയ്ക്കണം. രണ്ടാമതായിട്ട് നമുക്ക് സ്ഥിര വരുമാനം ഇല്ലെങ്കിൽ നമ്മളൊരു ജാമ്യത്തിന് ഒരാളെ വെക്കണം. അപ്പോൾ ആ ലോണിനൊരു ഷുവർട്ടി ഉണ്ട്. മാത്രമല്ല നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു ലോണ് നമ്മൾ എടുക്കുക. കാരണം നമ്മൾ അടച്ചില്ലെങ്കിൽ വേറെ ആൾക്ക് കൂടി അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ സമയത്ത് ഇന്ന് ആ കാലം മാറി. ഇന്നൊരു ലോണ് കിട്ടണമെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരു ജാമ്യം വേണ്ട, ഒരു ഡൗൺ പേയ്മെൻറ്റ് വേണ്ട. നമുക്ക് ഒരു മിസ്ഡ് കോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തുന്ന ഒരു സംവിധാനം ഇന്ന്, അത് ലിബറലായി ലോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ അത്യാവശ്യങ്ങൾക്കാണ് പണ്ട് നമ്മൾ എടുത്തിരുന്നത്. ആ സമയത്ത് ഇന്ന് അനാവശ്യങ്ങൾക്ക് പോലും നമ്മൾ ലോൺ എടുക്കുന്നു. 6 മാസം 1 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്നതിൽ EMI ആയിട്ട് അടയ്ക്കാനുള്ള സംവിധാനം. അപ്പോൾ ഇത് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് താങ്ങാവുന്നതിൽ ഒരു മാസം നമുക്കൊരു ഫോൾട്ട് വന്നു, 1 മാസം 2 മാസം ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചീട്ട് കൊട്ടാരം പോലെ എല്ലാം കൂടി നമുക്ക് മറിഞ്ഞു വീഴുന്നൊരവസ്ഥ. അതിനെ ചിലപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു വരില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതിനാൽ തന്നെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കും. നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 1 മാസം തെറ്റിയാലും വിഷയമില്ല. മാത്രമല്ല അതിന് ചെക്ക് ബൗൺസ് അതിൻ്റെ ഫൈൻ വരില്ല. ഇനി മാത്രം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൂടുതൽ വന്നു, നമുക്ക് അടച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതിന് മാത്രമേ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടു. ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് അല്ല വരിക. അപ്പോൾ അതിനകത്ത് തന്നെ അതേപോലെ നമ്മൾ ഇപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ ഈ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ അത് മിക്കവാറും EMIയിലൊക്കെ കിട്ടുന്നത് മിക്കവാറും ആദ്യം വരെ 2 വർഷം അടച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവർ പറയും 6 മാസത്തെ പീരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇത്ര ശതമാനം നിങ്ങൾക്ക് അതിന് അല്ലെങ്കിൽ 0 ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ 6 മാസത്തിലേക്ക് അല്ലെങ്കിൽ 1 വർഷത്തിൽ നമ്മൾ നിർത്തും. അപ്പോൾ ഈ 1 വർഷം അടയ്ക്കുന്ന EMI എടുക്കുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ ആ 1 മാസം ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ആ പൈസ നമ്മൾ നമ്മുടെ SBയിൽ ഇടുക. 1 വർഷം കഴിഞ്ഞ് നമുക്ക് ഈ സാധനം വാങ്ങാം. അപ്പോൾ നമുക്ക് ഈ ടെൻഷനില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ടെൻഷൻ അനുഭവിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ചില ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ വലിയ വിപത്ത് നമ്മളിന്ന് ഒഴിവായി പോകും. എൻ്റെ പേര് ആന്റണി തോമസ്, LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ഇതിൽ ചെയ്യാറ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ്.